ആദ്യം സൗമ്യ, പിന്നെ ജിഷ, ഇപ്പോൾ ഇതാ മിഷേലും. ഇനി ആര്? ഈ ചോദ്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പും ആവർത്തിച്ചിട്ടുണ്ട്. സൗമ്യയും ജിഷയും അതിദാരുണമായി കൊല്ലപ്പെട്ടപ്പോഴും അതെല്ലാം ഒരു കഥയില്ലാത്ത ചോദ്യമായി ഇന്നും അവശേഷിക്കുന്നു. ഇതിൽ പിടിക്കപ്പെട്ട കുറ്റവാളികൾ ഇന്നും സുഖമായി ജീവിക്കുന്നു. നാളെ ആര് എന്ന ഈ ചോദ്യം ആവർത്തിച്ച ആർക്കെങ്കിലും ഈ ഗതി വന്നുകൂടായികയില്ല. അത് ഇനിയും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ അമ്മ പെങ്ങന്മാർക്കായി വളർന്നു വരുന്ന തലമുറയ്ക്കായി ഇനിയും സമൂഹം ഒന്നിച്ചു പോരാടേണ്ടിയിരിക്കുന്നു. അതിനായി നാം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രം മതിയാകും സമൂഹത്തിലെ ഈ കീടങ്ങളെ നശിപ്പിക്കാൻ. ഇനിയും ഒരു സ്ത്രീയും അപമാനിതരാകാൻ അനുവദിച്ചുകൂടാ. നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ചങ്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കൊപ്പം അണിചേരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നു. നല്ലൊരു നാളേക്കായി, അമ്മ പെങ്ങൾമാരുടെ സുരക്ഷിതത്വത്തിനായി നമുക്ക് നേരിട്ടിറങ്ങാൻ സമയമായി. സമൂഹ നന്മയ്ക്കായി നമുക്കൊന്നിച്ചു പോരാടാൻ ബ്രദേഴ്സ് 24/7 എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ തുടക്കം കുറിക്കുകയാണ്. ഒരു പറ്റം അമ്മമാരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പെങ്ങൾമാരെ സ്നേഹിക്കുന്ന ഒരു സമൂഹം. രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും പങ്കാളിയാവും.